കുറേ നാളത്തെ കാത്തിനു ശേഷം തുമ്പൂർ മൊഴി തുറന്നിട്ടുണ്ട്. അതിരപ്പള്ളി തുറന്നെങ്കിലും തുമ്പൂർ മൊഴി തുറന്നിട്ടുണ്ടായില്ല. 1-ാം തീയതിയാണ് തുമ്പൂർ മൊഴി ഡാമിലേക്കുള്ള പ്രവേശനം തുടങ്ങിയത്. ഇപ്പം 2-ാം തീയതിയാണ് ഞങ്ങൾ പോകുന്നുണ്ട് അങ്ങോട്ട്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ ആദ്യം ഇപ്പോൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 2 ദിവസം പിടിച്ചു. അതാണ് ലേറ്റ് ആയത്. അല്ലെങ്കിൽ വേഗം തന്നെ വീഡിയോ വന്നാനേ. അങ്ങനെ ഞങ്ങൾ ചാനൽ തുടങ്ങിയിട്ട് 1 മാസമായി. ഞാനും വിഷ്ണുജയനും കൂടിയാണ് ഫസ്റ്റത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ആ വിഷ്ണുജയൻ തന്നെ ഇന്ന് കൂടി ഉണ്ട്. ഇങ്ങനെ പറഞ്ഞല്ലോ വീഡിയോ ഡിലീറ്റ് ആയി കാര്യം. കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഡിലീറ്റ് ആയി പോയി.
ഇപ്പം നിങ്ങൾ തുമ്പൂർ മൊഴിയിൽ പോകണമെങ്കിൽ കുളിക്കാനും ആൾക്കാർ ഇപ്പോൾ വരുന്ന തുടങ്ങിയിട്ടുണ്ട്. അധികം പേർക്ക് അറിയില്ല, വന്നു തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനും കണ്ടോളൂട്ടാ. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴേ 2 സ്ഥലത്തേക്കും ടിക്കറ്റ് വെവ്വേറെ എടുക്കണം കേട്ടോ. ഏഴാറ്റുമുഖത്തേക്കും തുമ്പൂർ മൊഴിയിലും വേറെ വേറെ ടിക്കറ്റാണ്. ഇപ്പം നമ്മൾ തുമ്പൂർ മൊഴിയിലാണ് ചെല്ലുന്നുണ്ടെങ്കിൽ 15 രൂപ ഒരാൾക്ക്, പിന്നെ കുട്ടികൾക്ക് 10 രൂപ, സ്റ്റിൽ ക്യാമറയും ഫോട്ടോഗ്രാഫിക്കൊക്കെ വേറെ കൊടുക്കണം. അപ്പം നമ്മൾ ആട്ടുപാലം കയറി അപ്പുറത്തേക്ക് കടക്കുകയാണെങ്കിൽ 20 രൂപ കൊടുക്കണം ഒരാൾ. ആട്ടുപാലത്തിൻ്റെ സ്റ്റേ കേബിളാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റും. 2-3 പില്ലറുമ്പോഴാണ് ഇത് നിർത്തിക്കുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട്, നല്ല ഫുഡുകളൊക്കെ കിട്ടും കേട്ടോ. പൈസക്ക് ഇത്തിരി കൂടുതലായിരിക്കുള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പൈസക്ക് കൂടുതലായിരിക്കുള്ളൂ. എനിക്ക് പറഞ്ഞല്ല, കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ആയി പോയിരുന്നു. അതായത് നല്ല നല്ല കാഴ്ചകളൊക്കെ കുറേയൊക്കെ നഷ്ടപ്പെട്ടു. വീഡിയോ ഞങ്ങൾ നിർത്താണ് ഇവിടെ വെച്ച്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബൊക്കെ കുറവാണ്. ഒരു മാസമായിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുള്ളൂ. എല്ലാവരും അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. ചാനലിൻ്റെ പേര് ആരും മറക്കണ്ട, സച്ചീസ് മല്ലു ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എത്രയും പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ.